6-7 മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അതിശക്തമായിട്ട് കരയാം. സാധാരണ ഇവൻ വിശക്കുമ്പോൾ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്, ഉറക്കം വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മാത്രമേ കരയാറുള്ളൂ. ഇത് ഭയങ്കര ശക്തമായിട്ട് കരയുന്നു. പാല് കൊടുത്തിട്ടും ഉറക്കാൻ നോക്കിയിട്ട് ഒന്നും കരച്ചിൽ മാറുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ഉമ്മ കുട്ടീനെ നന്നായി നിരീക്ഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവന്റെ കയ്യിന് എന്തോ പറ്റിയിട്ടുണ്ട്. കാരണം അവനൊന്ന് കരച്ചിൽ അടങ്ങി 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും കരയുന്നത് അവന്റെ കയ്യിൽ പിടിക്കുമ്പോഴൊക്കെയാണ്. അല്ലെങ്കിൽ ഒരാൾ അവനെ എടുക്കാൻ വേണ്ടി കൈ കാണിക്കുമ്പോഴാണ് അവൻ കരയണത്. സാധാരണ നമ്മൾ ചെന്ന് അവന്റെ അടുത്ത് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ അടുത്തേക്ക് കൈ നീട്ടിക്കൊണ്ട് വരുന്ന ആളാണ്. ഇപ്പൊ അവൻ അങ്ങനെ കൈ നീട്ടുന്നില്ല, മറിച്ച് കരയാണ്. അപ്പോൾ അവന്റെ ഉമ്മാക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ കയ്യിന് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനിങ്ങനെ കരയണത്. അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലായത് ഈ കുട്ടിയെ തൊട്ടിലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കൈ ചെറുതായിട്ടൊന്ന് ഇടറിയോ എന്നൊരു സംശയമുണ്ട്. അതിനുശേഷമാണ് ഇങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി എല്ലാ കുട്ടികളും കരയുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലല്ല ഇത്. ഭയങ്കര ശക്തമായ കരച്ചിലാണ്. വീട്ടിലുള്ള അവന്റെ ഉപ്പാക്കും ഉമ്മാക്കും വല്യാപ്പാക്കും വല്യമാക്കും എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ട് നിൽക്കുകയാണ്. ഇനി ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണമല്ലോ. ഡോക്ടറുടെ അടുത്ത് പോയി കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചികിത്സകളൊക്കെ ചെയ്ത് നോക്കിയാലോ എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടിയുടെ കയ്യിന്റെ ഏത് ജോയിന്റിലാണ് പെയിൻ ഉള്ളത്, എവിടെയാണ് പ്രശ്നം, എന്താണ് സംഭവിച്ചേക്കുന്നത് ഒന്നും ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയാലാണ് എന്താ സംഭവിച്ചത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിക്കണം. നല്ലൊരു സംഖ്യ ചെലവ് വരും. കുട്ടിയുടെ കാര്യമായതുകൊണ്ട് ആരും ഒരു വിട്ടുവീഴ്ചക്ക് നിൽക്കില്ല, നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ തീരുമാനം. പക്ഷെ എന്നാലും കുട്ടിയുടെ ഉപ്പാക്ക് ചെറിയ രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ അറിയുന്നത് കൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞു. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നേരെ ആള് പോയിട്ട് വീടിന്റെ മുറ്റത്ത് നിന്ന തെങ്ങിന്റെ ഓല എടുത്തുകൊണ്ട് വന്നു. ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ട് ഒരു കത്രിക എടുത്ത് അത് പ്രത്യേക ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഈ കുട്ടിയുടെ വേദന ഇല്ലാത്ത കയ്യിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. വേദന ഉള്ള കയ്യിൽ തൊട്ടാൽ അവൻ വീണ്ടും ഭയങ്കര കരച്ചിലാവും, അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ പോയിട്ട് കുളിക്കാൻ കയറി. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ കുട്ടിയുടെ ഉമ്മ, അതായത് ഇയാളുടെ ഭാര്യ, ഇതുവരെ ഉണ്ടായിരുന്ന സങ്കടവും വിഷമവും ഒക്കെ മാറ്റുന്ന രീതിയിലുള്ള ഒരു അത്ഭുതകരമായ ഒരു സംഭവം കാണിച്ചു തന്നു. ഈ കുട്ടിക്ക് ഇത്രയും നേരം നമ്മൾ കൈ നീട്ടിക്കഴിഞ്ഞാൽ അവന് കൈ പൊക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് കരയും. നമ്മൾ അവന്റെ കൈ പിടിച്ച് പൊക്കി കഴിഞ്ഞാലും അവൻ കരയും. അവനൊരു കളിപ്പാട്ടം ഇങ്ങനെ കൊടുക്കുമ്പോൾ നേരത്തെ ഒരു കൈ കൊണ്ടായിരുന്നു പിടിച്ചിരുന്നത്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ അവൻ 2 കൈ കൊണ്ട് പിടിക്കാൻ തുടങ്ങി. സംഭവം എന്താന്ന് നോക്കുമ്പോൾ നേരത്തെ ഒട്ടിച്ചു വെച്ച ഒരു തെങ്ങിന്റെ ഓല ഉണ്ടല്ലോ, ഒരു 15 മിനിറ്റ് ഈ കുട്ടിയുടെ കയ്യിൽ ഇരുന്നപ്പോഴത്തേക്കും അവിടെ മെയിൻ്റനൻസ് ഇടുന്ന കുട്ടിയുടെ വേദന ഒരു 50% മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ 2 കൈ കൊണ്ടും ഈ കളിപ്പാട്ടം എടുക്കാൻ വേണ്ടി വരാൻ ശ്രമിക്കുന്നത്. ഈ ലീഫ് ഒട്ടിച്ചു വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് 3 മണിക്കൂറത്തേക്കാണ്. 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ എല്ലാവരും മറന്നുപോയി. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു അത്. അതിന്റെ പേര് NYL ലീഫ് തെറാപ്പി എന്നാണ്. സാധാരണ നമുക്ക് വരുന്ന തലവേദന, വയറുവേദന, മുട്ടുവേദന, നടുവേദന, പീരീഡ്സിന്റെ സമയത്തുള്ള വേദന, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ വേദനകൾ ഒരു മനുഷ്യന് വരുന്നുണ്ടോ അതിനെല്ലാം വളരെ സിമ്പിളായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. കാരണം ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു 8 പോയിന്റുകളുണ്ട്. ആ 8 പോയിന്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ പരിചയത്തിലോ ഒക്കെ ആർക്ക് എന്ത് അസുഖം വരുമ്പോഴും ഇതേപോലെ ഓലയോ മാവിന്റെ ഇലയോ പേരയുടെ ഇലയോ എന്താണ് നമ്മുടെ വീടിന്റെ അടുത്ത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഇല എടുത്തിട്ട് ഈ 8 ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒട്ടിച്ചാൽ മാത്രം മതി. വളരെ ഈസിയാണ്. 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ NYL ലീഫ് തെറാപ്പി പഠിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരുണ്ട്. അതാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവം അത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയല്ല, അത് എന്റെ സ്വന്തം അനുഭവമാണ്. എന്നെ ഈ ഒരു ചികിത്സ പഠിപ്പിച്ചത് NYL ലീഫ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ കണ്ടെത്തിയ അതിന്റെ ഫൗണ്ടറായ ഡോക്ടർ നിസാർ യോങ്ലിയാങ് ആണ്. ഡോക്ടർ നിസാർ മുപ്പത്തടം. ഒരു 5 ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്കും ഈ ചികിത്സ പഠിക്കാം. ഡെയിലി 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയിട്ട് പൈസ ചെലവാക്കേണ്ട ഒരു ആവശ്യം പൊതുവെ വരില്ല. ഇത് പഠിച്ചവരുടെ എല്ലാവരും അനുഭവം അങ്ങനെയാണ്. ഇത് പഠിക്കാൻ വെറും 3000 രൂപയുള്ളൂ. നിങ്ങൾക്കൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ ആയിരിക്കും. അടുത്ത ബാച്ച് നടക്കുന്നത് ഈ ദിവസത്തിലാണ്. അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.